തൃശൂർ മാളയിൽ ബാറിൽ വെച്ച് രണ്ടുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. മാളപ്പള്ളിപ്പുറം സ്വദേശി സുരേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാറിനുള്ളിൽ വെച്ച് മറ്റൊരാളെ ആക്രമിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. പത്തനംതിട്ട സ്വദേശി അഭിലാഷ് രാജ്, കൊല്ലം സ്വദേശി അനിൽകുമാർ എന്നിവർക്കെതിരെയാണ് ആക്രമണമുണ്ടായത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ബസ്സിനെതിരെ നടപടിയെടുക്കാൻ ചെന്ന MVD ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമം. കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന തോംസൺ ബസ്സിലെ കണ്ടക്ടറും ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളുമാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ തട്ടിക്കയറിയത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ പൈസ കൊടുത്തിട്ടും കണ്ടക്ടർ ടിക്കറ്റ് നൽകിയില്ല. മാത്രമല്ല, തൃശൂർ മെട്രോ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് ബസ് വലത്തോട്ട് തിരിഞ്ഞ് ശക്തൻ സ്റ്റാൻഡിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥനടക്കം മറ്റു യാത്രക്കാരെ അവിടെ ഇറക്കി വിടുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥൻ MVD ഉദ്യോഗസ്ഥനെ ഫോണിലൂടെ പരാതി അറിയിച്ചു. പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥൻ ശക്തൻ സ്റ്റാൻഡിലെത്തി വാഹനം പിടിച്ചെടുത്തു. പരിശോധനയിൽ വാഹനത്തിൽ എയർ ഹോൺ ഘടിപ്പിച്ചതായും ലൈസൻസ് ഇല്ലാത്ത ആളെ കണ്ടക്ടറായി ജോലിക്ക് വെച്ചതായും ലൈസൻസ് കാലാവധി കഴിഞ്ഞയാളെ ഡ്രൈവറായി വെച്ചതായും കണ്ടെത്തി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് 27,750 രൂപ പിഴയായി ചുമത്തി. എയർ ഹോൺ അഴിച്ച് MVD ഓഫീസിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃശൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശി ഡെയ്സൺ ഡേവിഡ്സിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ചാലക്കുടി സ്വദേശി അക്ഷയ് സുന്ദറാണ് ആക്രമണത്തിന് ഇരയായത്. സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് കാരണം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ തടങ്കലിൽ പാർപ്പിച്ച് ആക്രമിച്ച കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം സ്വദേശി ഹസീബാണ് പിടിയിലായത്. അഴീക്കോട് സ്വദേശി അക്ഷയാണ് പ്രതിയെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും 65,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തത്. പ്രതിയുമായ തെളിവെടുപ്പ് നടത്തിയതിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് മൊബൈൽ കണ്ടെടുത്തു. ഹസീബിന്റെ ഭാര്യയുമായി അക്ഷയ്ക്ക് അവിഹിതമുണ്ടെന്ന സംശയമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് അക്ഷയുടെ പരാതിയിൽ പറയുന്നു. ഹസീബ് നേരത്തെ 2 വധശ്രമ കേസുകളിലും കവർച്ചാ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന അതിജീവിതയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെമ്പല്ലൂർ സ്വദേശി സജീവനെയാണ് അറസ്റ്റ് ചെയ്തത്. ബസ്സിലെ കണ്ടക്ടറായ പ്രതി ടിക്കറ്റ് എടുക്കുന്ന സമയം കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു. സജീവൻ നേരത്തെ 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു.